നമുക്ക് ജ്യൂസ് പോയിട്ട എന്തെങ്കിലും മനസ്സിലായോ? നമുക്ക് ജ്യൂസ് കുടിക്കാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വേനൽക്കാലമാണല്ലോ, അതുകൊണ്ട് നമ്മൾ എവിടെ യാത്ര ചെയ്താലും ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് ജ്യൂസ് ആയിരിക്കും. ആഹാരത്തിനേക്കാളും കൂടുതലും ഇപ്പോൾ ജ്യൂസിനായിരിക്കും പ്രാധാന്യം. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഒരു സർബത്ത് തയ്യാറാക്കിയാലോ എന്ന് ചിന്തിച്ചു. നേരെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പപ്പായ മരത്തിൻ്റെ മൂട്ടിലേക്ക് ഓടി. ചില നാട്ടിൽ കപ്പങ്ങയെന്ന് പറയും, കപ്പളങ്ങയെന്ന് പറയും, പപ്പായ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ പപ്പായ എന്നാണ് പറയാറ്. ഹായ് പപ്പായ അടിപൊളി. ഹായ്. എൻ്റെ മകന് തന്നെ പറിച്ചെടുക്കാൻ കണക്കിനുള്ള ഒരു പപ്പായ മരമാണ് വീട്ടിലുണ്ടായിരുന്നത്. നമുക്ക് ജ്യൂസ് പോയിട്ട പപ്പായ വലിയ പപ്പായ. അങ്ങനെ സർബത്തിന് ആവശ്യമായിട്ടുള്ള ബാക്കി ഫ്രൂട്ട്സുകളെല്ലാം മേടിച്ചു. അധികം പഴുക്കാത്ത പപ്പായ വേണം ഈ ഫ്രൂട്ട് സർബത്തിനായിട്ട് ചേർക്കേണ്ടത്. ആദ്യം പറിച്ച പപ്പായ നല്ല പഴുത്തുടഞ്ഞതായിരുന്നു. അതുകൊണ്ട് അത് അവൻ തന്നെ കഴിച്ചു തീർത്തു. അവൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സിലൊന്നാണ് ഈ പപ്പായ. പപ്പായ എന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്. എവിടെ പപ്പായ കണ്ടാലും ചോദിക്കും കേട്ടോ. പലരും അറിഞ്ഞുകൊണ്ട് കൊടുക്കാറുമുണ്ട്. ഇപ്പോൾ പപ്പായയുടെ സീസൺ ആണെന്ന് തോന്നുന്നു. മിക്ക ഫ്രൂട്ട്സ് കടയിലും പപ്പായകൾ നിറഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ട്. എന്നാലും നമ്മുടെ നാടൻ പപ്പായയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞങ്ങളങ്ങനെ കടയിൽ നിന്ന് പപ്പായ വാങ്ങാറില്ല, വീട്ടിൽ സുലഭമായി കിട്ടും. അങ്ങനെ ഫ്രൂട്ട് സർബത്തിനായിട്ടുള്ള ഫ്രൂട്ട്സുകളെല്ലാം അച്ഛനും മകനുമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു തൊരപ്പനെലി ഇരുന്ന് ഇടയ്ക്ക് ഫ്രൂട്ട്സ് അടിച്ചു മാറ്റുന്നുണ്ട്. ഇത് കണ്ടില്ലെന്നാണ് അവൻ്റെ വിചാരം. അധികം പഴുക്കാത്ത ഈ രീതിയിലുള്ള പപ്പായയാണ് ഫ്രൂട്ട് സർബത്തിനായി എടുക്കേണ്ടത്. എല്ലാ ഫ്രൂട്ട്സും ഈ കാണുന്ന രീതിയിലായിരിക്കണം കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഞങ്ങൾ ഇങ്ങനെ ഒരു സർബത്ത് കരമന ജംഗ്ഷനിൽ നിന്നുള്ള ഒരു ജ്യൂസ് കടയിൽ നിന്ന് കുടിച്ചു. അന്നേരം വിചാരിച്ചതാണ് വീട്ടിൽ എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കണമെന്ന്. ഒരു പേരയ്ക്കയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആപ്പിളായാലും ഓരോന്ന് വെച്ചാണ്. ഒരാപ്പിള്, ഒരു മാതളം, പപ്പായയുടെ ഒരു കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് ഗ്രേപ്സ് ആണെങ്കിൽ സീഡ്ലെസ് ആണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഈ ഫ്രൂട്ട് സർബത്തിൽ ചേർക്കാം. ഇനി പപ്പായയ്ക്ക് പകരം തണ്ണിമത്തനായാലും ഇതിൽ ചേർക്കാം. ഇനി ഇത് മിക്സ് ചെയ്യുന്ന രീതിയാണ്. സർബത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകമാണ് ഈ നന്നാറി സിറപ്പ്. പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് കഴിഞ്ഞ് ഈ ജ്യൂസിലൊക്കെ ചേർക്കുന്ന കശകശ. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമനുസരിച്ച് നന്നാറി സിറപ്പ് ചേർക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ഇതിലോട്ട് ചേർക്കുക. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് വിട്ടു കൊടുക്കുക. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയുമാണ് ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു സ്പൂൺ കശകശ, പിന്നെ ഒരു ഗ്ലാസ് പാല്. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊക്കെ ഒഴിച്ച് സർബത്ത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തണുപ്പിന് വേണ്ടി കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അങ്ങനെ അച്ഛനും മകനും സർബത്തൊക്കെ ഉണ്ടാക്കി ആസ്വദിച്ച് കഴിക്കുകയാണ്. എന്തായാലും രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ സർബത്ത് വീട്ടിലുണ്ടാക്കി കുടിക്കാൻ സാധിച്ചു. ഇപ്പോൾ വേനൽ സമയമാണ്. കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും നല്ല പോലെ വെള്ളം കുടിക്കുക. എപ്പോഴും ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നില്ലേ? ആ മടുപ്പൊക്കെ മാറ്റാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കുഞ്ഞുങ്ങൾ എന്തായാലും വെള്ളം കുടിച്ചോളും. വെള്ളം ധാരാളം കുടിക്കുക. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ.